ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് നിങ്ങളുടെ സോൾമേറ്റ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സോൾമേറ്റ്, എവിടെയാണ് നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങളുമായിട്ട് എന്ന് നിങ്ങളുടെ സോൾമേറ്റ് കണ്ടുമുട്ടും, എങ്ങനെയാണ് നിങ്ങളുടെ സോൾമേറ്റ്, അതിനെക്കുറിച്ചുള്ള കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആ സോൾമേറ്റ് ഉണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന വ്യക്തിയായിരിക്കാം. ബട്ട് ആരാണെങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് ആ ഒരു റീഡിങ് പോകുന്നത്. ഒന്നാമത്തെ പൈൽ എന്ന് പറയുന്നത് ഈ ഒരു പൈലാണ്. ഇതാണ് ഫസ്റ്റ് പൈൽ. ഇതാണ് ഫസ്റ്റ് പൈൽ. ഇതാണ് സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് പൈൽ. അപ്പം മേ ബി നിങ്ങൾ കളറായിരിക്കും ഇഷ്ടപ്പെട്ടത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളറോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫേസോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈലാണ്. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഒന്നാമത്തെ പൈൽ, ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പൈൽ, ഒന്നാമത്തെ പൈൽ. ഒന്നാമത്തെ പൈലാണ് നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ സോൾമേറ്റ് അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം അല്ലെന്നുണ്ടെങ്കിൽ കാർമിക്, പാസ്റ്റ്, അങ്ങനെയൊക്കെ കുറേ അധികം ആൾക്കാർ അല്ലെങ്കിൽ കുറേ അധികം വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കരമായിട്ടും എന്താ പറയുക, നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കുന്ന, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന, മേ ബി നിങ്ങളെക്കാളും ഏജ് കുറവായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതേ ഒരു ക്ലാരിറ്റി, നിങ്ങളുടെ അതേ ഒരു വിഷൻ ഉള്ളൊരാളായിരിക്കാം നിങ്ങളുടെ ടിൻ ഫ്ലെയിം ജേണിയിൽ വരുന്ന വ്യക്തി എന്ന് പറയുന്നത്. കാർമിക് എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ആ വ്യക്തിയുമായിട്ട് അടിയായിരിക്കും. ആദ്യ സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും ഭയങ്കരമായിട്ടുള്ള അടിയും എപ്പോഴും തർക്കങ്ങളായിരിക്കും. നിങ്ങൾക്കൊരിക്കലും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സംസാരിച്ച് നിൽക്കാൻ പറ്റാത്ത, എപ്പോഴും പെയിൻ ആയിരിക്കും. നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പെയിൻ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കാർമിക് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്. സോൾമേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രണ്ട് ആവാം, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം. ഒരു സോൾമേറ്റ് എന്ന് പറയുന്നത്, യഥാർത്ഥ സോൾമേറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ ഉള്ള ഒരാളായിരിക്കും. എല്ലാവരുടെ ലൈഫിലും ഒരു സോൾമേറ്റ് എന്തായാലും എൻട്രി ആവും, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതലും ഡാർക്കിൽ നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതുവരെയും നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു വ്യക്തി എൻട്രി ആയിട്ടില്ല. പല സൈനും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈൻ എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷൻ വഴി കിട്ടുന്നൊരു സൈൻ ആയിരിക്കാം. അതായത് നിങ്ങളുടെ ലൈഫിൽ ആരോ വരാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വഴിയായിരിക്കും കാണിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കുറേയധികം അനുഭവങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീൽ ചെയ്യപ്പെടും. നിങ്ങളിവിടെ ഈ ഒരു ലോകത്ത് ജനിച്ചത് എന്തിനാണ്, അല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ പർപ്പസ് നിറവേറ്റി തരാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്തൊക്കെ ആ വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് കുറേയധികം പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പം നോർമലി നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തികളെ കണക്ക് തന്നെ ആയിരിക്കും ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും റിവീൽ ആവത്തില്ല. നിങ്ങളെക്കുറിച്ച് എല്ലാം ആ വ്യക്തിക്ക് റിവീൽ ആവും. പക്ഷേ നിങ്ങൾ എന്താണെന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ആ വ്യക്തി എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റാത്ത വിധം ആ വ്യക്തിക്ക് നിങ്ങളെ കണക്ട് ചെയ്തിരിക്കാൻ പറ്റും. എപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയെ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ കണക്ട് ചെയ്യും കണക്ക്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യും കണക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയെ കണക്ട് ചെയ്യാൻ എപ്പോഴും പറ്റണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലിട്ട് ആ വ്യക്തിയുടെ മുഖം ഒന്ന് മനസ്സിൽ ആലോചിച്ചാൽ പോലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് വരണം എന്നില്ല. രണ്ടും 2 ഗണത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. സോൾമേറ്റ് എന്ന് പറയുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ രണ്ടും 2 ഗണത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷേ അതേപോലെ തന്നെ അല്ല സ്റ്റാർ സീഡും, അതേപോലെ തന്നെ എന്താ പറയുക, വേറെ ഗണത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട്, സോൾമേറ്റ് ഗണത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതായത് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഇഷ്ടം പോലെ പാമ്പുകളുണ്ട്. ഈ പാമ്പുകളൊന്നും പലതിനും പല വിഷമാണ്, പലതിനും പല
കളറാണ് പലതിനും പല രാജവെമ്പാല, അതേപോലെ തന്നെ എന്താ മൂർഖൻ, അങ്ങനെയൊക്കെ ഉള്ള. പക്ഷേ ഏത് സ്റ്റേറ്റിൽ പോയാലും ഇതേ കണക്കത്തെ പാമ്പുകൾ ഉണ്ടും താനും. ബട്ട് അവർ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളെ സോൾമേറ്റ് ഫാമിലിയിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഒരു ടൈം ആകുമ്പോൾ എൻട്രി ചെയ്യും, സോൾമേറ്റ് കണക്ഷൻസ്. അത് മേ ബി പല പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. മേ ബി നിങ്ങളെ കോളുകൾ വഴിയായിരിക്കാം, നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അട്രാക്ഷൻ കൊണ്ട് തന്നെ, കണ്ണ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ഫീലിങ്സ് ഉണ്ടാവും. ആ ഒരു ഫീലിങ്സ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു ഫീലിങ്സ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന്. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും നിങ്ങൾക്ക്. എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ഉണ്ട്. അത് ഏജിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നിനും തരാൻ പറ്റാത്തൊരു ഫീലിങ്സ് ഉണ്ട്. അത് എന്താ പറയുക, മനസ്സ് നിറയുന്നൊരു ഫീലിങ്സ് ഉണ്ട്. ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോൾ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ചില സമയത്ത് ആ ഫീലിങ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയും ചെയ്യും. ബട്ട് ചില സമയത്ത് ഭയങ്കരമായിട്ട് ആ ഫീലിങ്സ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം എന്ന് പറയുമ്പോൾ അതാണ് സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അത് കാമായിട്ട് നിർത്താനും അതങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം കാമായിട്ട് നിർത്താനും പറ്റും. അതുപോലെ തന്നെ അതിനെ ഉണർത്തിയെടുക്കാൻ ഭയങ്കരമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടും ഹൈ എനർജിയിൽ കൊണ്ടുപോകാനും പറ്റും. അപ്പം നൗ കറൻ്റ്ലി ഇങ്ങനത്തെ ആൾക്കാർ പ്രവർത്തിക്കുന്നത്, സോൾമേറ്റ് കണക്ഷൻസ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സോൾ കണക്ഷനാണ്. അതായത് സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിറ്റും ബോഡിയൊന്നും ആയിട്ട് ഒരു ഇതുമില്ല. സോളാണ്, ആത്മാവുമായിട്ടുള്ള ബന്ധമാണ്. അത് എനർജിയുമായിട്ടൊന്നും ഒരു തരത്തിൽ എനർജിയോ ബുദ്ധിയോ നിങ്ങളുടെ മൈൻഡോ തമ്മിലൊന്നും ഒരു കണക്ഷൻ ഉണ്ടാവത്തില്ല. കൂടുതൽ കണക്ഷൻ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ നിങ്ങളുടെ സോളുമായിട്ടായിരിക്കും, നിങ്ങളുടെ ആത്മാവുമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ കണക്ഷൻ വരുന്നതും സ്വപ്നങ്ങൾ, ഇൻറ്റ്യൂഷൻസ് ആ ഒരു വഴിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തുള്ള ആൾക്കാരെ അട്രാക്റ്റഡ് ആവുന്നത്. നിങ്ങളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നടക്കാൻ പഠിപ്പിക്കുന്നതും, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ജേണി എൻഡാക്കിയിട്ട് തുടർന്ന് എൻഡാക്കി പോകുന്നവരെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അതുപോലെ തന്നെ അതിന് എന്ത് വഴിയും സ്വീകരിക്കും എന്നുള്ളതാണ്. അതായത് സോൾമേറ്റ് എന്ന് പറയുന്നത് ഏത് വഴിയും ആ വ്യക്തി സ്വീകരിക്കും. നിങ്ങളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ എന്താണ്, നിങ്ങളെ പടുകുഴിയിൽ കൊണ്ടിട്ടിട്ട് നിങ്ങളവിടെ രക്ഷപ്പെടും എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതും വരെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും. കാരണം എന്ന് പറഞ്ഞാൽ സോൾമേറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് കാണിക്കുന്നതോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ല. നോർമലി ആ വ്യക്തി കിട്ടുന്ന ഇൻറ്റ്യൂഷൻസും നോർമലി ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും അവരെവിടെ നിന്നാണോ വന്നത്, ഇപ്പം ആ വ്യക്തി പൊട്ടി വന്നത് എവിടെ നിന്നാണോ, അതായത് ജനനത്തിൽ നിന്നാണ് വന്നത്, ബട്ട് ആ വ്യക്തിയുടെ സോൾ വന്നത് എവിടെ നിന്നാണോ, ആ ഒരു സോൾമേറ്റ് വന്നത് എന്തിനാണോ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാർട്ട്ണർ സോൾ എന്ന് പറയുന്നത് ആ ഒരു ബന്ധത്തിൽ ഭയങ്കരമായിട്ടും 2 പേരായിരിക്കും. ഒന്ന് ക്രൂവൽ മെൻറ്റാലിറ്റി ആയിരിക്കും. അതായത് സൈൻ വെച്ച് പറയാം. സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് വലിയ മനുഷ്യത്വ കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ നിങ്ങൾക്കൊരു ആപത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി അല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി ഉണ്ടാവത്തില്ല നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഭയങ്കര കണ്ണിങ് ആയിരിക്കും. ഭയങ്കരമായിട്ടും എനർജി എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ കാർമിക്ക് വരെ തീർക്കാൻ പറ്റുന്ന, അതായത് നിങ്ങളുടെ ലൈഫിൽ വേറൊരാൾ തരുന്ന കാർമിക്ക് വരെ ആ വ്യക്തിക്ക് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുക. മേ ബി നിങ്ങളായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് സ്പിരിച്വൽ ജേണി ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പിരിച്വൽ ജേണി പരമായിട്ടുള്ള സിറ്റുവേഷൻസ് അവേക്കനിങ് ആവും. നിങ്ങൾ കൂടുതലും അവേക്കനിങ് ആവും. നിങ്ങൾ വേറെ സ്റ്റേറ്റിലായ കണക്കായിരിക്കും. ഡയമെൻഷൻസ് മാറി തുടങ്ങും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ പുതിയ കാര്യങ്ങളായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ ജോലി, കരിയർ എല്ലാം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ പോലും അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ പുതിയൊരു കാര്യത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിലോട്ട് നിങ്ങൾ അവേക്കൻ ആവാൻ വേണ്ടിയിട്ട് നോക്കും. കൂടുതലും ഫോക്കസ് ആവുന്നത് അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ എന്ത് സിറ്റുവേഷനിലായി കഴിഞ്ഞാലും ഏത് തരത്തിൽ നിങ്ങൾ എനർജിനെ പറ്റി അറിയത്തില്ലായിരിക്കും, ടാറോ കാർഡ് റീഡിങ്ങിനെ പറ്റി അറിയത്തില്ലായിരിക്കും, സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ ദൈവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, യൂണിവേഴ്സ് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. ബട്ട് നിങ്ങളുടെ എന്തിനാണെന്ന് അറിയത്തില്ല, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് അറിയത്തില്ലായിരിക്കും, ഈവൻ നിങ്ങൾ ആരാണെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളത് പഠിപ്പിക്കും. കാരണം എന്ന് പറയുന്നത് ഡെവിളിഷ് ക്യാരക്ടറുള്ള സോൾമേറ്റ് ഉണ്ട്. ഈ ഡെവിളിഷ് ക്യാരക്ടറായിട്ടുള്ള സോൾമേറ്റ് ഉണ്ട്. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർ നിങ്ങളെ എത്രത്തോളം അട്രാക്റ്റ് ചെയ്തു, അതായത് വേദന ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, സിറ്റുവേഷൻസ് ഉണ്ടാവും. ബട്ട് നിങ്ങൾക്കൊരു പ്രശ്നം എന്ന് വരുന്ന സമയത്ത് വേറെ ആരും നിങ്ങളുടെ ലൈഫിലോട്ട് വേറെ ആരും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒരിക്കലും സമ്മതിക്കത്തില്ല. നിങ്ങൾക്കൊരു വേറെ റിലേഷൻഷിപ്പിൽ പോകാൻ വേണ്ടി പോലും ഈ ഒരു വ്യക്തി സമ്മതിക്കത്തില്ല. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കിങ്ങനെ പെയിൻ തന്നുകൊണ്ടിരിക്കും. ബട്ട് നിങ്ങൾക്ക് വേറെ ഈ ഒരു വ്യക്തിയുടെ ലൂപ്പ് വിട്ട് നിങ്ങൾക്ക് വേറൊരു പുറത്തോട്ട് പോകാൻ വേണ്ടി പാടായിരിക്കും സോൾമേറ്റ് കണക്ഷൻസിന്. അതാണ് സോൾമേറ്റ് കാണുക. അതായത് നിങ്ങളെ നടക്കാൻ പഠിപ്പിച്ച്, അതായത് എന്താ പറയുക, ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ അമ്മയോ അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ആണ്. നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങളുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങളുടെ
ഫ്രണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ ആരുമായിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ആ വ്യക്തി എങ്ങനെ നിന്നാലും ഏത് പൊസിഷൻ നിന്നാലും ചിന്തകൾ ഫുള്ളും നിങ്ങളുടെ കയ്യിലായിരിക്കും. ചിന്തകൾ ഫുള്ളും നിങ്ങളെ പറ്റിയായിരിക്കും. ഒരു ചെറിയൊരു ഭാഗത്തെ നോട്ടം നിങ്ങളടുത്ത് ആ വ്യക്തിക്ക് ഉണ്ടാകും. കാരണം അതിനനുസരിച്ചുള്ള ഇൻറ്റ്യൂഷൻസ് ആ വ്യക്തിക്ക് വരുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള പ്ലാൻസ് നിങ്ങൾ ഇവിടെ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്തിനാണ്, അതിനനുസരിച്ചുള്ള പ്ലാൻസ് ആ വ്യക്തി തന്നു കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് ഒരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പല രീതിക്കും മാനിപ്പുലേറ്റ് ചെയ്യും, പല രീതിക്കും സിറ്റുവേഷനിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും. കാരണം നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ അടുത്ത് പറയുന്നത് ഈ സോൾമേറ്റ് കണക്ഷൻസ് നിങ്ങളെ കാസ്റ്റ് വേറെ ആയിരിക്കും, ചിലപ്പോൾ മതം വേറെ ആയിരിക്കും, കാണാൻ വേറെ ആയിരിക്കും, ഏജ് കുറവായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ്. മേ ബി നിങ്ങളൊരു പണക്കാരനാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പാവപ്പെട്ട ഒരാളായിരിക്കാം. നിങ്ങൾ ഭയങ്കര ഗ്ലാമർ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതിലും ഗ്ലാമർ കുറവായിരിക്കാം. നിങ്ങളുടെ കഴിവൊന്നും കാണത്തില്ല ആൾക്ക്. നിങ്ങളെന്ന് പറയുന്ന സാധനത്തിന് ആ വ്യക്തിക്ക് നിങ്ങളെപ്പോലെ ഇല്ലായിരിക്കാം. ബട്ട് ചില സമയത്ത് നിങ്ങൾക്ക് സോൾ കണക്ഷനാണ്. അതായത് സോള് നിങ്ങളായിട്ട് കേട്ടോ. അപ്പം സോള് നിങ്ങളായിട്ട് തോന്നും, സോൾ കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് സോൾ ടു സോൾ ഒരേ കണക്കാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട്. ബട്ട് നിങ്ങളുമായിട്ട് ഒരു കണക്ഷനും ആ വ്യക്തിക്ക് ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മളെന്താ പറയുക, ഹ്യൂമൻ ബോഡി നോക്കിക്കഴിഞ്ഞാലും ഹ്യൂമൻ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുമായിട്ട് വലിയ കണക്ഷനോ കാര്യങ്ങളോ നോക്കില്ല. ബട്ട് എന്തോ ഒരു സാധനം ആ വ്യക്തിയുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു എന്നെ പിടിച്ച് നിർത്താൻ വേണ്ടി പറ്റുന്ന വിധം ആ വ്യക്തിയുടെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു തോന്നുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും. നിങ്ങളുടെ പാത്ത് വ്യക്തമായിട്ട് അറിയാതിരിക്കാം. അതായത് നിങ്ങളൊരു സ്വപ്നം കണ്ടാൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരു ആ വ്യക്തിക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് ടെലിപ്പതി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. എനർജി ബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്ത് കാര്യത്തിൽ, ജോലി, കരിയർ, എന്ത് കാര്യത്തിലായിരിക്കും ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ആ ഒരു കാര്യത്തിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു എനർജി ആയിരിക്കാം. ഈ വ്യക്തി ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആരുമായിരിക്കാം. മേ ബി ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആരുമായിരിക്കാം. ഈ ഒരു വ്യക്തി തീരുമാനിക്കണം നിങ്ങൾ ഏത് പൊസിഷനിലെത്തണം, ഏതൊരു പൊസിഷനിലോട്ട് നിൽക്കണം എന്നുള്ളത്. അതേ കണക്ക് തന്നെ നിങ്ങൾ ഈ പൊസിഷനിൽ കൊണ്ട് നിർത്തിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ഒരു പൊസിഷൻ, വ്യക്തമായിട്ടുള്ള പൊസിഷൻ ആ വ്യക്തിക്കും ഉണ്ടാകത്തുള്ളൂ. അതിനുവേണ്ടി തന്നെ ആ വ്യക്തി കഠിനമായിട്ട് അധ്വാനിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റും. കാരണം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പോകുന്നൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്ന കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ പാസ്റ്റ് ലൈഫ് കണക്ഷനിലല്ല, എന്താ പറയുക, സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പോയ കുറേയധികം സ്ഥലങ്ങളുണ്ടായിരിക്കാം, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ സ്ഥലമുണ്ടായി. ഇതൊക്കെ നിങ്ങൾ പറക്കും. അതായത് നിങ്ങളുടെ സോളിന് പറക്കാനുള്ള കഴിവുണ്ട്. നമ്മളെ സോളിന് ഇല്ല. നമ്മൾ കൊച്ചിലേ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്രായത്തിൽ കാണുന്നതും നമ്മളെ സോളിന് പറക്കാനുള്ള കഴിവുണ്ട്. വേറെ ഒന്നിനും പറക്കാനുള്ള കഴിവില്ല. ബട്ട് നമുക്കിങ്ങനെ പറന്നുകൊണ്ടിരിക്കാം. അത് നമ്മുടെ സോള് നമ്മളെ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ സോൾ നമ്മളെ ശരീരം വിട്ടു പോയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തും പോയി കറങ്ങിയിട്ടൊക്കെ വരും. അപ്പോൾ ഈ സോൾമേറ്റ്സുകളായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊരിക്കലും മിണ്ടാൻ പോലും പറ്റാത്ത ആൾക്കാരായിരിക്കാം. നമ്മളൊരിക്കലും മിണ്ടിയിട്ട് പോലും ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരിക്കലും സംസാരിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം. ഈ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഒരു കണക്ഷനും ഇല്ല, എപ്പോഴും അടിയായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനത്തെ ഉള്ള ആൾക്കാർ നമ്മൾ സ്വപ്നങ്ങളിൽ എപ്പോഴും ഇങ്ങനെ നിരന്തരം സ്വപ്നം കണ്ട് ഇൻറ്റ്യൂഷൻസ് കണ്ടുകൊണ്ട് ഈ വ്യക്തി മാത്രം എന്താണ് നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് സോൾ കണക്ഷനാണ്. കാരണം അത് എന്താ പറയുക, കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സോൾമേറ്റാണ്. ലൂപ്പ് കട്ട് ചെയ്യാതെ പോകുന്ന, ചിലപ്പോൾ നിങ്ങളുടെ കൊച്ചിലേ ഉള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനത്തെ ഉള്ള ആൾക്കാർ. അപ്പം നിങ്ങൾ രണ്ടും കൂടെ ഒരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിക്കുന്നു. ചിലപ്പോൾ ഒരു അമ്പലമായിരിക്കാം. അപ്പോൾ മുസ്ലിംസ് ആണ് കാണണമെന്നുണ്ടെങ്കിൽ അതൊരു അമ്പലമായിരിക്കാം, ഹിന്ദുക്കളാണ് കാണണമെന്നുണ്ടെങ്കിൽ അതൊരു പള്ളിയായിരിക്കും, ക്രിസ്ത്യൻസ് ആണ് കാണുന്നുണ്ടെങ്കിൽ അത് വേറൊരു പള്ളിയോ അമ്പലമോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം പലർക്കും നിങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നിങ്ങൾക്കാണ് മതം തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കാണ്, മനുഷ്യനാണ് മതം തന്നിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന സോളിനൊന്നും ഇന്നേ വരെ ദൈവം പോലും മതം കൊടുത്തിട്ടില്ല. അപ്പം എല്ലാം ഒരു കണക്ഷൻ ബേസ് വെച്ചിട്ട് ചരിത്രം മെയിൻലി ചരിത്രങ്ങളാണ്. നിങ്ങൾ പാസ്റ്റ് ലൈഫിലുള്ളതായാലും നിങ്ങൾ സഞ്ചരിക്കുന്നതാണ്, അല്ലാണ്ട് നിങ്ങളുടെ സോള് സഞ്ചരിക്കുന്നത്. നിങ്ങളിപ്പോൾ രാത്രി കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സോള് പിരമിഡ് കാണാൻ പോകില്ല എന്നില്ല. നിങ്ങളുടെ സോളിന് പിരമിഡ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുവാദം ചോദിക്കത്തേ ഇല്ല. നേരെ പോകുന്നു, പിരമിഡിലോട്ട് പോകുന്നു, കണ്ടിട്ട് വരുന്നു, അടുത്ത മിൽക്കി വേയിലോട്ട് കയറുന്നു, പോയി കണ്ടിട്ടുണ്ട്. ഏലിയൻസിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ പോയി കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തൊരു പെർമിഷൻ ചോദിക്കത്തില്ല. നിങ്ങളുടെ സോൾ ഒരിക്കലും നിങ്ങളുടെ അടുത്തൊരു കാര്യം ചെയ്യുന്നതിന് പെർമിഷൻ ചോദിക്കത്തില്ല. നിങ്ങൾ വേണം പെർമിഷൻ ചോദിക്കാൻ. കാരണം നിങ്ങൾ വളർത്തുന്ന നായയല്ല നിങ്ങളുടെ സോള്, നായ വളർത്തുന്ന സോളാണ് നമ്മൾ. അതായത് നമ്മളെ സോളാണ് നമ്മളെ വളർത്തിക്കുന്നത്. അതായത് നമ്മളാണ് എല്ലാം
പോകാനുള്ളത്. നമ്മുടെ സോളിൽ നിന്നിങ്ങനെ നമുക്ക് ഇൻറ്റ്യൂഷൻസും കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ആ ഒരു പാത്തിൽ മാത്രമാണ് നമ്മൾ പോകുന്നത്. ആ ഒരു പാത്തിൽ നമ്മൾ എത്തുകയും ചെയ്യും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, ഒരു ദേജാവ് എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന സിറ്റുവേഷൻസ് പോയിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അതേ ആൾക്കാർ, അതേ സിറ്റുവേഷൻസ്, അതേ ലൂപ്പ്, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇത് എവിടെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പറയുമ്പോൾ ചിലപ്പം ഏതോ വ്യക്തികളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം, ആ വ്യക്തി ഉണ്ടായിരിക്കാം, എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് മാത്രമേ അത് ഫീൽ ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനും മാത്രമേ അത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് റീകണക്ട് ചെയ്തു തരുന്നതാണ്. കാരണം നീ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം, നീ ഇവിടെ നിൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതലേ നീ ഇവിടെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നിനക്ക് ഈ ഭൂമി അറിയാം, നീ ഇവിടെ വന്നിട്ടുള്ള മുന്നേ നീ ഈ ഭൂമിയിൽ വന്ന് ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് എന്നൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് തരും. അതും സോൾമേറ്റുമായിട്ടുള്ള കണക്ഷൻസാണ്. പക്ഷേ അതൊന്നും, ഈ പറഞ്ഞ കണക്ഷൻസ് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരിക്കാം. ഈ സോൾമേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തികൾ എത്ര ചിന്തിച്ചാൽ അവരിങ്ങനെ അന്തം വിട്ടുകൊണ്ടിരിക്കും. നീ എന്തൊക്കെയാണ് പറഞ്ഞാൽ, നീ എന്താ, നിങ്ങൾക്ക് മാത്രമേ ആ ചിന്ത തരത്തുള്ളൂ. അവർ നോർമലി ചെയ്യുന്ന രീതിക്ക് അവരെ സോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മാനിപ്പുലേറ്റഡ് ആവും, പല സിറ്റുവേഷനിലാവും. ബട്ട് അത് നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ആ വ്യക്തിക്ക് എത്ര നിങ്ങൾ പറഞ്ഞു കൊടുത്താലും ആ വ്യക്തിക്ക് മനസ്സിലാവും. നിങ്ങൾ പോയിട്ട് ടാറോ കാർഡ് റീഡിങ് കാണുന്നുണ്ട്. ഞാൻ സോൾമേറ്റ് ടാറോ കാർഡ് റീഡിങ്ങിൽ ഇങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞല്ലേ, ഒരാൾ പറഞ്ഞ് ഇങ്ങനെ സോൾമേറ്റ് ആണെന്ന്. അവ എന്ത് റെസ്പോൺസ് ചെയ്യുമെന്ന് സത്യം പറഞ്ഞ ആ സമയത്ത് അവന് മാത്രമേ അറിയത്തുള്ളൂ. ഭ്രാന്തൻ എന്നൊക്കെ വിളിച്ചാളായി. ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻസ്. ഈ സോൾമേറ്റ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ സോൾമേറ്റ് എന്ന് പറയുന്നൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മജീഷ്യനാണ്. നിങ്ങളുടെ ലൈഫ് ടോട്ടലി വന്ന് മാറ്റാൻ പറ്റുന്നൊരു വ്യക്തി. നിങ്ങൾ ചിലപ്പോൾ പടുകുഴിയിൽ വന്ന് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ അനുഭവങ്ങൾ, കുറേ എക്സ്പീരിയൻസ്, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് നെഗറ്റീവായിരിക്കാം, പോസിറ്റീവായിരിക്കാം. പക്ഷേ ആ വ്യക്തി ഇല്ല എന്നൊരു ടൈമിൽ നിങ്ങൾക്കൊരിക്കലും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ആ വ്യക്തി ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പാടാണ്. ആ വ്യക്തി ഉള്ള സമയത്ത് നിങ്ങളത് മൈൻഡ് ചെയ്യത്തില്ല, അങ്ങനത്തെ ഉള്ള സാധനം. പക്ഷേ ആ വ്യക്തി ജസ്റ്റ് നിങ്ങളെ കൈകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞൊടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീലിങ്സ് വരാൻ തുടങ്ങും. ഭയങ്കരമായിട്ടും പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ്, ഭയങ്കരമായിട്ടുള്ള, നിങ്ങൾക്ക് ഒന്നിനോട് ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. നിങ്ങൾ പെയിൻഫുള്ളായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. ഉള്ള സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പെയിൻ മനസ്സിലാകത്തില്ല, ഇല്ലാത്ത സമയത്ത് ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരിക്കും. ഈ വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മിററായിട്ട് ആ വ്യക്തിക്ക് മാറാൻ പറ്റും. അതായത് നിങ്ങളായിട്ട് ആ വ്യക്തിക്ക് മാറി പ്രവർത്തിക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്ന ഈ സോൾമേറ്റിന്. അപ്പം ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് മജീഷ്യൻ കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് എന്തും മാറ്റി മറിക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറായിട്ടാണ് ഈ വ്യക്തിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടാകും. അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊന്നും ആ വ്യക്തി എതിര് നിൽക്കത്തില്ല. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം പറയുകയാണ്, അതിനൊന്നും ആ വ്യക്തി ഒരിക്കലും എതിര് നിൽക്കത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ആ വ്യക്തി അതിനും ഒന്നും പറയത്തില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ആ വ്യക്തിക്ക് ഷാർജ കുടിക്കണം, നിങ്ങൾക്ക് ചായ കുടിക്കണം. നോർമലി ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിന്ന് ചായ കുടിച്ചിരിക്കും. അതാണ് സോൾമേറ്റ്. അപ്പം ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ കാണിച്ചിട്ട് വരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണ്, അല്ലെങ്കിൽ നിൽക്കുന്നവളാണ്, അല്ലെങ്കിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളുടെ സോൾമേറ്റ്. അല്ലാത്ത പക്ഷം വല്ല കാർമിക്കും അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനായിരിക്കും. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരു മജീഷ്യൻ കാർഡായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് പാസ്റ്റിൽ ഈ പറയുന്ന കണക്ഷൻസ് ഉണ്ട്. നിങ്ങളെ കെയർ ചെയ്യും കണക്ക്, ഈ വ്യക്തി നിങ്ങളെ കെയർ ചെയ്യും കണക്ക് ഈ ലോകത്ത് നിങ്ങളെ വേറെ ആർക്കും കെയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ വ്യക്തിയുടെ സ്മെല്ല്, ഈ വ്യക്തി നിങ്ങൾ എന്ന് പറയുന്നത് ബോഡി ടു ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പിരിറ്റ് ടു സ്പിരിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എനർജി ടു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ വ്യക്തിക്ക് തൊട പോലും വേണ്ട, നിങ്ങൾ ജസ്റ്റ് തൊട പോലും വേണ്ട. സീരിയസ്ലി ഞാൻ പറയുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളുടെ മണം വരെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വ്യക്തിക്ക് നിങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ടറിയാം. നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ വെക്കണം, എങ്ങനെ കൊണ്ട് നടക്കണം എന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഒരാളായിരിക്കും. ഇവൻ സോൾമേറ്റ് കണക്ക് സെക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒന്നും വേണ്ടായിരിക്കും. ഒരു പരിധി വരെ ഇവർക്ക് സെക്സ് ആയിരിക്കും. അതായത് ഒരു ടൈം വരെ അവർക്ക് സെക്സ് ആയിരിക്കും. ബട്ട് ആ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് പിന്നെ ഈ സെക്സിൻ്റെ വാല്യൂ അങ്ങ് പോകും. ഈ സെക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് രണ്ട് ജീവന് പുറമെ രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് ആണ്. ആർക്കാണ് സ്നേഹം, അല്ലെങ്കിൽ എന്താണ്, അതാണ് സോൾമേറ്റ് എന്ന് പറയുന്നത്. ടിൻ ഫ്ലെയിം ജേണി എന്നൊക്കെ പറയുന്ന ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്കും പോകും. പക്ഷേ സോൾമേറ്റ് എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുക, റൂംമേറ്റ് കണക്കാണ്. നമ്മൾ മറക്കാനൊന്നും പറ്റത്തില്ല. ടിൻ ഫ്ലെയിം ജേണി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക, കുറേ കാര്യങ്ങൾ വന്ന് പഠിപ്പിക്കുന്നു, അതൊരു സിറ്റുവേഷൻസ് ആവും, ഏജ് ഡിഫറൻറ്റ് വരുന്നു, അങ്ങനത്തെ പോകുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആവും. ബട്ട് ഭയങ്കര കണക്ഷൻ ആയിരിക്കും ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഭയങ്കര കണക്ഷൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സോൾ കണക്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഡീപ്പിലുള്ള നിങ്ങളുടെ ഫാമിലി സോൾ കണക്ഷൻസ് ഉണ്ട്. ഫാമിലി സോൾ കണക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലുള്ള സോൾ കണക്ഷൻസ് അല്ല, ബട്ട് നമ്മുടെ പ്ലാനറ്റിലുള്ള, അതായത് നിങ്ങൾ വന്ന പ്ലാനറ്റിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ വന്ന ആ ഒരു സിറ്റുവേഷനിലുള്ള നിങ്ങളെ ഏഞ്ചൽ, നിങ്ങളൊരു മാലാഖയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ചിറക് നിങ്ങൾക്ക് 5 ഡയമെൻഷൻ, 3rd ഡയമെൻഷൻ, അല്ല എന്താ പറയുക 9 ഡയമെൻഷനിലൊക്കെ നിങ്ങൾക്ക് ചിറകും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ കണ്ണിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ബട്ട് നമുക്ക് 2 കൈയുണ്ട്, ബട്ട് നമുക്ക് 2 കൈയുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഡയമെൻഷൻ മാറി നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2 ചിറക് കൂടെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല, നമുക്കത് വിടർത്തി പറക്കാൻ പറ്റുന്നില്ല. അത് കാണുന്ന ആൾക്കാർക്ക്, ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ചിറകുരുത്തി പറക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഓറ എന്ന് പറയുന്നത്. നമ്മുടെ ചിറകാണ് നമ്മുടെ ഓറ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു ഓറ ഉണ്ട്. ഓറ എന്ന് പറയുന്നത് നിങ്ങൾ ചിറകായിട്ടങ്ങ് സങ്കല്പിച്ചാൽ, സത്യം പറഞ്ഞാൽ നമ്മുടെ ചിറകാണ് നമ്മുടെ ഓറ. അതായത് നമ്മൾ എല്ലാവരും മാലാഖമാരാണ്, നമ്മളെല്ലാവരും ഏഞ്ചൽമാരാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ചിറകുണ്ട്, ഈ ചിറക് ഉയർത്തി പറക്കുന്നതാണ് നമ്മളെ ഓറ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും കെയറിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും സ്നേഹിക്കുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് നിന്ന് തരുന്ന ആ വ്യക്തി ടൈം വരെ വേസ്റ്റ് ആക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാം, നിങ്ങളുടെ ഡ്രസ്സിങ് രീതി ഒന്നും ആ വ്യക്തിക്ക് ഒന്നും ബോധേഡല്ല. കാരണം ആ വ്യക്തിക്കറിയാം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ വ്യക്തി പോകത്തില്ല, ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോകത്തില്ല എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്കറിയാം. അതായത് റിയൽ സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതാണ് പക്ക സോൾമേറ്റ് എന്ന് പറയുന്നത്. ഫേക്ക് സോൾമേറ്റ് ഉണ്ട്, ഫേക്ക് ടിൻ ഫ്ലെയിം ഉണ്ട്, ഫേക്ക് കർമ്മിക് ഉണ്ട്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഒറിജിനലായിട്ടുള്ള സോൾമേറ്റുകളെയാണ് ഞാൻ പറയുന്നത്. ഒറിജിനലായിട്ടുള്ള സോൾമേറ്റുകളാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വന്നാൽ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും, അതായത് നിങ്ങളൊരു കുട്ടികളെ പോലെ വീട്ടിലെത്തിയ ഫീൽ ചെയ്യുക. അതായത് നിങ്ങളെ ഒരു കൊച്ചു കുട്ടികളെ പോലെ നിങ്ങൾക്ക് അവിടെ ഏജ് കൂടും. അതായത് ഈ വ്യക്തിയുടെ കൂടെ ചെന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു 50 വയസ്സ്, ചിലപ്പോൾ ഇയാൾക്കായിരിക്കും ഏജ് കൂടുതൽ, നിങ്ങൾക്കൊരു 50 വയസ്സും കാരണം ആ ഒരു ഏജ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഒരു 50 ഏജ്, അവൻ ചിലപ്പം ഒരു 18 വയസ്സുകാരനായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ 50 വയസ്സുകാരിയായിരിക്കാം, അല്ലെങ്കിൽ 50 വയസ്സ് അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ. പക്ഷേ നിങ്ങൾക്ക് അവിടെ അങ്ങ് ഏജ് കുറയും ആ സമയത്ത്. അത് നോർമലി അത് സ്പിരിറ്റാണ്, അതൊരു യൂണിവേഴ്സ് നമുക്ക് തരുന്നൊരു അനുഗ്രഹമായിട്ടാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അതൊരു പ്രണയം എന്നൊരു അനുഭവം ഉണ്ടല്ലോ. അതിന് ഈ സെക്സ് എന്നൊരു സുഖമുണ്ട്, പ്രണയം എന്നൊരു സുഖമുണ്ട്, അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, അതേപോലെ സോൾ കണക്ഷൻ എന്നൊരു വേറൊരു സുഖമുണ്ട്. അപ്പോൾ പല സുഖങ്ങളുണ്ട്. അനുഭൂതികളെന്ന് പറയുന്നത് പല അനുഭൂതികളാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത അനുഭൂതികളുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാത്ത അനുഭവങ്ങളും നമ്മളെ ലൈഫിലുണ്ട്. അപ്പം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സോൾമേറ്റ് കണക്ഷൻ എന്നുള്ളത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുന്ന പ്രതിനിധി ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു സക്സസ് ആവുന്ന സമയത്ത് ആ വ്യക്തിക്കും ഒരു സക്സസ് ഉണ്ടാവും. നിങ്ങൾ സക്സസ് ആവുന്ന സമയത്ത് മാത്രമേ ആ വ്യക്തിക്ക് ഒരു സക്സസ് ഉണ്ടാവത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഏതാണെന്നൊക്കെ. അപ്പം നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ വെച്ച് അങ്ങനെ അത് മുന്നോട്ട് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ്. അപ്പം ഇതാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. കുറച്ചധികം നീണ്ടു പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അടുത്ത സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാമേ. ഓക്കെ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ എന്ന് പറയുമ്പം ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അപ്പോൾ സെക്കൻഡ് പൈൽ, ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ സോൾമേറ്റ് കണക്ഷൻസ് എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ഓൾമോസ്റ്റ് ഇപ്പോൾ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഡൗൺ ഫെയിലിയർ സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത്. ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ്, സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കാൻ പറ്റുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആരായാലും. ഒരാൾ സോൾമേറ്റും ഒരാൾ സ്റ്റാർ സീഡും ആണെന്നാണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ സോൾമേറ്റിന് ഭയങ്കര പവറാണ്. ഭയങ്കര പവറെന്ന് വെച്ചാൽ നിങ്ങളുടെ സോൾമേറ്റിന് ഭയങ്കര പവറാണ്. സീരിയസ്ലി നിങ്ങൾ വിചാരിക്കുന്ന കണക്കത്തൊരു പേഴ്സണോ കാര്യങ്ങളോ ഒന്നും അല്ല ആ ഒരു വ്യക്തി. അൾട്ടിമേറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുമ്പോൾ ഭയങ്കര ദൈവങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിവൈൻസിന് വരെ ഈ വ്യക്തിനെ ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. ദൈവങ്ങൾക്ക് വരെ ഈ വ്യക്തിനെ ഭയങ്കരമായിട്ടും ഇഷ്ടമുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. സ്വർഗസ്ഥനാണ്
സ്വർഗസ്ഥനായി തിരിച്ച് വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാം. കാരണം പാസ്റ്റിൽ സ്വർഗസ്ഥനായ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് എനിക്ക് ഭയങ്കര ഫീൽ കിട്ടുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇത് ഇവിടെ ഇല്ലാത്ത, ഈ ലോകത്ത് ഇല്ലാത്ത ഒരാളായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സൊക്കെ എനിക്ക് തോന്നും. അങ്ങനത്തെ ഒരു എനർജിയൊക്കെ എനിക്കിവിടെ ഭയങ്കരമായിട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബട്ട് നിങ്ങൾ ആരോ തേടി നടക്കുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയുന്നത്, നിങ്ങൾ ആരോ ഉടനെ തേടി വരും. നിങ്ങളുടെ ലൈഫിൽ ഓൾമോസ്റ്റ് ആ ഒരു എനർജി ആരിലോട്ടോ സ്പ്രെഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തോട്ട് ആ വ്യക്തി വരും. ഉറപ്പാണ് ഞാൻ പറയുന്നത്, 100% പറയുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വലിയ ടൈമോ കാര്യങ്ങളൊന്നും ഇനിയില്ല. അൾട്ടിമേറ്റ് നിങ്ങളെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ഈ നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ അത് വെളിയിൽ നിന്ന് വരുന്ന ഒരു എനർജി ആയിട്ടാണ് നീ കാണാൻ പറ്റുന്നത്. വെളിയിൽ നിന്ന് വരുന്നൊരു എനർജി ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ ഇല്ലാതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ഏതൊരു ഡിവൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഏഞ്ചൽ ആയിരിക്കും, ഒരു മാലാഖ ആയിരിക്കാം, നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഏതൊരു ദൈവമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ സോൾമേറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു പവറായിരിക്കും. ഇന്ന് ഈ വ്യക്തി നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്ന, നിങ്ങളെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന, എന്തൊക്കെ ഒരു ഇഷ്യൂസായിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും ഈ വ്യക്തി പല ആൾക്കാർ വഴിയും പല സിറ്റുവേഷൻ, രണ്ട് സ്ഥലത്താണ്, പല ആൾക്കാർ വഴിയും പല സിറ്റുവേഷൻസ് വഴിയും നിങ്ങളെ അറിയുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയോ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾ ചുമ്മാ ജീവിച്ചാൽ മാത്രമല്ല, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ലൈഫേ ഈ വ്യക്തിയുടെ കയ്യിൽ ക്രിയേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ അച്ഛനും അമ്മയോ അങ്ങനെ ആരൊക്കെയോ ആണ് കേട്ടോ ഇത്. നിങ്ങളുടെ സോൾമേറ്റ് ആയിരുന്ന വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നീ സ്വർഗസ്ഥനായ ആളാണ്. ഞാനത് പറയുന്നത് നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങൾ ഇന്നീ ഗ്രഹത്തിലില്ലാത്ത കുറച്ചധികം ആൾക്കാരുണ്ട്. ഒന്നീ നിങ്ങളുടെ അച്ഛനായിരിക്കാം, നിങ്ങളുടെ അമ്മയായിരിക്കാം, മരിച്ചുപോയ ആയിരിക്കും എനിക്കിവിടെ ഭയങ്കരമായിട്ടും ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടും അനുഗ്രഹിച്ച് വിടുന്നൊരു സിറ്റുവേഷനിലായിരിക്കും കാണാൻ. ഞാനിത് ഇങ്ങനെ പറയുന്ന സമയത്ത് സെക്കൻഡ് ബെല്ലിങ് കണക്റ്റഡ് ആവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് കണക്റ്റഡ് ആവുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അല്ലാത്ത പക്ഷം ഏതോ ഒരു ഗുരുവാണ്, ഏതോ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രീമിലി ഉള്ളൊരു എനർജി നിങ്ങളെ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നന്നാക്കണം, അല്ലെങ്കിൽ നിങ്ങളെ സ്പിരിച്വൽ ജേണിയിൽ കൊണ്ടുവിടണം, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ട്, അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതോ ഒരു ദൈവം, ഏതൊരു എനർജി, എന്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് 100% നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന ഏതൊരു സോൾമേറ്റ് കണക്ഷൻ. ഞാൻ സോൾമേറ്റ് എന്ന് എടുത്തപ്പോഴാണ് അത് കണ്ടത്. ബട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. വിധിയാണ്, എങ്ങനെ പോകണമെന്ന് വരെ തീരുമാനിക്കാൻ പറ്റും. അതായത് ഇതൊരു ഭൂമിയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ എത്ര കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എത്തുമെന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനത്തെ ഒരു എനർജി അവിടെ ഉണ്ട്. അതാരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം സെക്കൻഡ് പൈൽ അത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ കണക്ക് കൂട്ടിയാൽ മാത്രം മതി. അത് കണക്റ്റഡ് ആവുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. കണക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണക്റ്റഡ് ആണെന്ന് വിചാരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന മണ്ടത്തിലാണെന്ന് വിചാരിച്ചു നിങ്ങൾ അങ്ങനെ അതങ്ങ് കളഞ്ഞു. ആ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തത് അത് നോർമലി ഞാൻ അങ്ങനെ എടുത്ത് വന്നത്, അത് എന്തെങ്ങനെ വന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ അത് കണക്റ്റഡ് ആവുന്ന ഒരാളെങ്കിലും ഈ വീഡിയോയിലുണ്ട്. ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ആ ഒരു ഇതിൽ പെട്ട ആളായിരിക്കാം. അങ്ങനത്തെ ഒരു കണക്ഷനുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയാം. നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഫുൾ കണക്റ്റഡ് ആവും. അത് നിങ്ങൾക്ക് അറിയാവുള്ളൂ. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് എനിക്ക് നിങ്ങളത് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന, ഒളിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളെ നിരീക്ഷിക്കുന്ന, ഒളിഞ്ഞു നിന്നുകൊണ്ട് ഈ ഒരു സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് വരണം, നിങ്ങൾക്ക് എപ്പോഴും സക്സസ് ഉണ്ടാവണം, നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പിനെസ് ഇരിക്കണം. ആ ഒരു സക്സസ് കണ്ടുകൊണ്ട് ആ വ്യക്തി അതായത് നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി വരെ റെഡിയായിട്ട് നിൽക്കുന്നൊരു സോൾമേറ്റാണ് നിങ്ങളുടെ സോൾമേറ്റ്. ജീവിതം വഴി ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സോൾമേറ്റായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്ലി കണക്ഷനുള്ള, ഭയങ്കരമായിട്ടും എന്താ പറയുക, ഇന്ന് ഈ വ്യക്തിയുടെ എനർജി നിങ്ങൾക്ക് വേണ്ടി ഡ്രൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും ഡ്രൈനായിട്ട്, അതായത് എനർജി വരെ, സൈക്കിക് എനർജി, അതുപോലെ തന്നെ സ്പിരിച്വൽ എനർജി, അങ്ങനത്തെ എനർജി വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൗൺ ആക്കിക്കൊണ്ടിരുന്നത്, നിങ്ങളെ എത്രത്തോളം സംരക്ഷിക്കാൻ പറ്റും, നിങ്ങൾക്ക് അത്രത്തോളം എന്താ പറയുക, ഒരു സക്സസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ ഈ സോൾമേറ്റിനെ കാണാൻ പറ്റുന്നത്.
സ്പിരിച്വൽ ജേണിയിലുള്ള, അതായത് ഭയങ്കരമായിട്ടും സൈക്കിക് എബിലിറ്റിയുള്ള, ഭയങ്കരമായിട്ടും സ്പിരിച്വലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിനെ കുറിച്ച് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എപ്പോഴും വേണ്ടപ്പെട്ട ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ടെലിപ്പതി കണക്ഷൻസ് നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടെലിപ്പതി കണക്ഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഒരു മെൻറ്ററിനെ കണക്ക് പെരുമാറാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് ആണായിരിക്കാം, പെണ്ണായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ആയിരിക്കാം. ബട്ട് ഈ ഒരു വ്യക്തി ആരായാലും സിക്സ്ത് സെൻസ് ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ടെലിപ്പതി അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇൻറ്റ്യൂഷൻസ്, സ്വപ്നങ്ങൾ വഴിയൊക്കെ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും കണക്റ്റ് ചെയ്യാൻ പറ്റും. സ്വപ്നങ്ങൾ വഴി കണക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻസ് വഴി കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമൊക്കെ ഈ വ്യക്തിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിക്കും പല സിറ്റുവേഷനും പല ആൾക്കാരുടെ ദേഹത്ത് കയറിയിട്ടും ഈ വ്യക്തിക്ക് വരാൻ പറ്റും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ബൈൽ എനിക്ക് തോന്നണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എനർജി ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നീ ലോകത്തില്ല. അതായത് എന്താ പറയുക, ഒരു മാലാകയാണ്, ഒരു ഏഞ്ചലാണത്. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത് മേ ബി മനുഷ്യനായിരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതൊരു മനുഷ്യനാണോ അല്ലെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. സെക്കൻഡ് ബൈൽ, ഫസ്റ്റ് ബൈൽ നിങ്ങൾ കണ്ടിട്ട് സെക്കൻഡ് ബൈൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോകണേ. രണ്ട് സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്. കാരണം സെക്കൻഡ് ബൈൽ ഒരു എന്താ പറയുക, ഒരു ഏഞ്ചൽ സപ്പോർട്ടാണ്. നിങ്ങൾ എന്ത് സിറ്റുവേഷനിലും ആളെ രക്ഷപ്പെടുത്തും. എന്ത് സിറ്റുവേഷൻ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, എത്ര വലിയ പെട്ട് കിടക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാലും ഈ വ്യക്തി വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ അടുത്തോ മനുഷ്യത്വമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു ഏഞ്ചലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സങ്കടം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ പെട്ട് നിന്ന സമയത്ത്, നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അവിടെ വ്യക്തമായിട്ടുള്ള തീരുമാനം, വ്യക്തമായിട്ടുള്ളൊരു എനർജി, വ്യക്തമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലും ഡിവൈൻ സപ്പോർട്ടുള്ള, ഡിവൈൻ പരമായിട്ടുള്ള എനർജി ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷന് മേളിൽ ആ വ്യക്തിക്ക് വേറെ ആരും ഒരു ഡിസിഷൻ എടുക്കത്തില്ല എന്നുള്ളതും കാണാൻ പറ്റുന്നത്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഓറ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് ആൾക്കാരെ മൊത്തം കൺവിൻസ്, അതായത് ആൾക്കാരെ മൊത്തം ആ ഒരു ഓറയിലോട്ട് അടുപ്പിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പവറുണ്ട്. അതായത് എനർജി, അതുപോലെ തന്നെ സൈക്കിക് എനർജി ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എനർജിക്ക് മേളിൽ വേറെ എനർജി, കാരണം അത്രയും അടിപൊളി ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത്രയും ക്ലിയർ കട്ടായിട്ടുള്ള, അത്രയും എന്താ പറയുക, ഒരു കണ്ണിങ് ആയിട്ടുള്ള, ഒരു ഡിവൈൻ സപ്പോർട്ടുള്ള, ഒരു ഇൻറ്റ്യൂട്ടീവ്ലി ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ട് ഓപ്ഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു സോൾമേറ്റിനെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. മേ ബി ഈ വ്യക്തി ഒരു ടാറോ കാർഡ് റീഡർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ടും എനർജിയിൽ നിൽക്കുന്ന, ഭയങ്കര ഓറ പവറുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സ്പിരിച്വലായിട്ട് ഭയങ്കര ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട ആളായിരിക്കത്തില്ല. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏഞ്ചൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്ന, അല്ലെങ്കിൽ സ്റ്റാർ സിറ്റിയിൽ പെടുന്ന, സോൾമേറ്റിൽ പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടിൻ ഫ്ലെയിം ജേണി അങ്ങനെയൊക്കെ പെടുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഉള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മെൻറ്ററായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു മെൻറ്ററായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫെമിനൈൻ എനർജിയാണ് ആൾക്ക് കൂടുതലും ഉള്ളത്. ആളാണെങ്കിലും പെണ്ണാണെങ്കിലും ഫെമിനൈൻ എനർജിയാണ് ആൾക്ക് കൂടുതലും ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്ന, ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്ന, നിങ്ങളുടെ സോൾമേറ്റ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വ്യക്തിനെ കെയർ ചെയ്യേണ്ട, നിങ്ങൾ ഈ വ്യക്തിനെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഈ വ്യക്തി നിങ്ങളെ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളെ എത്തേണ്ട രീതിക്ക്, എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പിക്കേണ്ട രീതിക്ക് നിങ്ങളെ എത്തിപ്പിക്കാനുള്ള എല്ലാ കഴിവും ഈ വ്യക്തിയുടെ ലൈഫിൽ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വ്യക്തിയുടെ ഒരു എന്താ പറയുക, ഈ വ്യക്തിയുടെ കണക്ഷൻ. ഈ വ്യക്തി അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെയോ ഡിവൈൻസ്, അതായത് നിങ്ങളാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപുത്രൻ, അല്ലെങ്കിൽ നിങ്ങളാണ് ഇവിടെ ദൈവപുത്രികൾ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഡിവൈൻ പറഞ്ഞയച്ചിരിക്കുന്ന എനർജീസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം
നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നിങ്ങളുടെ എനർജി വരെ ആ വ്യക്തിക്ക് അറിയാം. നിങ്ങളുടെ സ്മെല്ല് വരെ ആ വ്യക്തിക്ക് അറിയാം. നിങ്ങളുടെ ജസ്റ്റ് ഒരു തിങ്കിങ് വരെ ആ വ്യക്തിക്ക് അറിയാം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത്രയും പ്യൂറായിട്ടുള്ള, അത്രയും എന്താ പറയുക, നിങ്ങളുടെ ഡ്രസ്സിങ് രീതി, ഈ വ്യക്തിക്ക് നിങ്ങൾ ടോട്ടലി എല്ലാം ഇഷ്ടമാണ്. നിങ്ങളുടെ ഡ്രസ്സിങ് രീതി, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ കണ്ണ്, നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തി നിങ്ങൾക്ക് മുകളിൽ വേറൊരു വ്യക്തിയെ ഒരു പടി വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം അത്രയും നിങ്ങളെ ഇഷ്ടമാണ്. മേ ബി നിങ്ങളെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ജീവനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് സോൾമേറ്റ് ഉള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സോൾമേറ്റ് ഇല്ല, നിങ്ങളുടെ റിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് റിലേഷൻ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. മേ ബി അങ്ങനത്തെ റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും. ഇതാണ് നിങ്ങളുടെ സോൾമേറ്റ്. നിങ്ങളുടെ സോൾമേറ്റിൻ്റെ കണക്ഷൻസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊരു സോൾമേറ്റ് ആയിരിക്കാം, ആ വ്യക്തി ഒരു സ്റ്റാർ സീഡ് ആയിരിക്കാം. ബട്ട് എങ്ങനെ ഒരു കോയിൻസിഡൻ്റ് ആയിട്ട് സോൾമേറ്റും തമ്മിലാണ് കണക്ഷൻ ആവാനുള്ളത്. ബട്ട് സോൾമേറ്റും കണക്ഷൻ ആവാണ്ട് സ്റ്റാർ സീഡും സോൾമേറ്റും തമ്മിൽ കണക്ഷനായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. രണ്ട് ഗണത്തിലുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കും ജീവനാണ്, ആ വ്യക്തിക്ക് നിങ്ങളും ജീവനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും അൾട്ടിമേറ്റ്ലി ഒരു ടച്ച് തന്നെ മതിയാവും. നിങ്ങൾക്ക് ഈ വ്യക്തിനെ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വിടാനൊക്കെ പാടാണ്. ഈ വ്യക്തി പിരിഞ്ഞിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം നിങ്ങളെ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട്. എത്ര ദൂരത്ത് നിന്നാലും, എത്ര സിറ്റുവേഷനിൽ നിന്ന്, എത്ര ഡൗൺ ഫീലിയർ നിന്നാലും ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടും ചേർത്ത് നിർത്തുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എത്ര സിറ്റുവേഷൻ നിന്നാലും, എത്ര വലിയൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ നിന്നാലും, എത്ര വലിയ പ്രശ്നം നിന്നാലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും എന്നുള്ളതായിട്ടാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം ഒരു എനർജി, അത്രത്തോളം ഒരു ഡിവൈൻ സപ്പോർട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഡിവൈൻ സപ്പോർട്ടുള്ളൊരു സോൾ കണക്ഷനായിട്ടാണ് ഈ ഒരു സോൾമേറ്റ്, അല്ലെങ്കിൽ ഈ ഒരു സോൾമേറ്റ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായി കാണും, കുറേയധികം ഇഷ്യൂസ് ഉണ്ടായി കാണും, എന്തെങ്കിലും ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ഉണ്ടായി കാണാം. ബട്ട് ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ ഒരു സോൾമേറ്റ് എന്ന് പറയുന്നത് അതിനൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സോൾ കണക്ഷൻ ഒരു ജഡ്ജ്മെൻ്റുള്ളായിട്ടുള്ളൊരു സോൾ കണക്ഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകാൻ ഭയങ്കരമായിട്ടുള്ള ചാൻസ് കുറവായിട്ടാണ് കാണാൻ പറ്റുന്നത്. വുമൺ ഹോൾഡിങ് ഹാർട്ടാണ് കാണാൻ പറ്റുന്നത്. വുമൺ ഹോൾഡിങ് ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ കയ്യിലാണ് നിങ്ങളെ മനസ്സിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മനസ്സ് സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ, ഈ മനസ്സ് സൂക്ഷിപ്പുകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ അഭിസംബോധന ചെയ്യാൻ പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എനിക്കിവിടെ പറയാനുള്ള മെയിൻ കാര്യം എന്തെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹം, അല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈൻ ടച്ചുള്ള യൂണിവേഴ്സലായിട്ട് വ്യക്തിയെ നിങ്ങളെ കയ്യിൽ കൊണ്ട് തന്നൊരു റിലേഷൻഷിപ്പാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്നാണ്. നിങ്ങൾ റീഡിങ് കാണാൻ തുടങ്ങിയ ഈ ഒരു വ്യക്തിയിൽ നിന്നാണ്. 111 കാണുന്നുണ്ട്, ചിത്രശലഭങ്ങളെ കാണുന്നുണ്ട്, യൂണിവേഴ്സലുമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിക്കുള്ളൊരു അനുഭവങ്ങളായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഏഞ്ചൽ, ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്നും കുറേയധികം കാർമിക് എടുത്ത് മാറ്റാനും, കുറേയധികം ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇഷ്യൂ വന്ന് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പെട്ട് നിൽക്കുന്ന സമയത്ത്, നിങ്ങൾക്കൊരു പ്രോബ്ലം വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന് കയറി കുറേയധികം മാറ്റങ്ങൾ, അതേ കുറേയധികം ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നിങ്ങൾ തല കുനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇഷ്യൂസിൽ നിങ്ങൾ ഡൗൺ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വേറൊരു വ്യക്തിക്ക് നിങ്ങളെ ജീവിതത്തിൽ വന്നു കയറി ഒന്നും ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങളായിട്ട് തന്നെ എഴുതി വെച്ച് ഈ എഗ്രിമെൻറ്റ് ചെയ്തൊരു കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. വിധിപ്രകാരം പോകേണ്ട കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, വിധിപ്രകാരം എത്തിപ്പെടേണ്ട കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്. ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമാണ് നിങ്ങൾ സേഫായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മാത്രമാണ് നിങ്ങൾക്ക് അത്രയും ജെന്യൂനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്ന കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ലൈഫിൽ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ട സമയം, ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവേണ്ട സമയത്തൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക, ഒരു പ്രസൻസ് ചെലുത്തും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക,
കുറേ അധികം പാഠങ്ങൾ, കുറേ അധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ പകർന്നു തന്നൊരു, അല്ലെങ്കിൽ പകർന്നു തരാനിരിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് ഈ പറയുന്ന സോൾമേറ്റിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ദൈവാനുഗ്രഹം കൊണ്ടുവന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നോക്കട്ടെ. ഓക്കെ, കൂടുതലും നിങ്ങളെ നിങ്ങളുടെ പർപ്പസിലോട്ട് എത്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലും നിങ്ങളുടെ ആ ഒരു കണക്ഷനിലോട്ട് എത്തിപ്പിക്കുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ, നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കുറേയധികം കാര്യങ്ങൾ, നിങ്ങളുടെ ഡയമെൻഷൻ, നിങ്ങളുടെ സ്പിരിച്വൽ ജേണി, ഇതെല്ലാം ഈ ഒരു വ്യക്തി തീരുമാനിക്കുന്ന പോലെ പോകും എന്നുള്ളതായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകേണ്ട, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകേണ്ട, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അനുഭവിക്കേണ്ട, നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇവൻ സെക്സ് ആയാലും, ഇവൻ പോകേണ്ട സ്ഥലങ്ങളായാലും, ഇവൻ കാണേണ്ട ആൾക്കാരായാലും, ഇവൻ കേൾക്കേണ്ട ചില കാര്യങ്ങളായാലും, എന്താ പറയുക, അനുഭവിക്കേണ്ട ചില അനുഭവങ്ങളായി കഴിഞ്ഞാൽ വിധി പ്രകാരം ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോൾമേറ്റ് നിങ്ങളെയും കൊണ്ടുപോയി അതെല്ലാം സിറ്റുവേഷൻസ് എല്ലാം അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. കൂടുതലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റ്യൂഷൻസ് വഴിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രസൻസ്, എന്താ പറയുക, സഡൻലി ഉണ്ടാകുന്നൊരു ഗിഫ്റ്റ് ഉണ്ടാവും. സഡൻലി നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ചിന്ത പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം സോൾമേറ്റ് കണക്ഷനാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയെ മാത്രം ഇത്രത്തോളം ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചിന്തകൾ മാത്രം എന്താണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്നെ ഹോണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി മേ ബി നിങ്ങൾക്ക് കൊണ്ട് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കണം. ഈ വ്യക്തി എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഈ വ്യക്തിയുടെ ചിന്തകൾ എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ വ്യക്തി ആരാണെന്ന് പോലും മേ ബി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലായിരിക്കാം. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കാണുന്ന ഒരു ഏഞ്ചലായിട്ടാണ് ആ വ്യക്തിനെ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടൊരു ഓറ പവർ, ഭയങ്കരമായിട്ടും എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ്, ഒരു സ്റ്റാർ സീഡ് ലെവലിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ പോകുന്നൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. കൂടാതെ ഡിവൈൻ ടൈം ആയൊരു സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് എത്തിപ്പെടാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ഈ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉള്ള ആൾക്കാരാണ്. ഫസ്റ്റ് പേയിൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ അതില്ല. പക്ഷേ സെക്കൻഡ് പേയിൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ ഓൾമോസ്റ്റ് നിങ്ങൾ അടുത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവൈൻ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ അടുത്തുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടും നിങ്ങളുടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ആരൊക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി ഉണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നും വേണ്ട, ആഹാരം പോലും വേണ്ട എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്രയും ഡീപ്പിലുള്ളൊരു സോൾ കണക്ഷൻ, അത്രയും ഡീപ്പിലുള്ളൊരു സോൾമേറ്റ് ആയിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. യെസ്, ഓൾമോസ്റ്റ് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെയാണ് കേട്ടോ. സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളാണ്. നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അത്രത്തോളം കയ്യിൽ മാറ്റി വെച്ചിരിക്കുന്നത്. ബട്ട് ഇത് നിങ്ങൾ ആ വ്യക്തി അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മനസ്സിലാവില്ല. ഏഞ്ചൽ ഓഫ് ലവ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ആ വ്യക്തി അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുടെ വേറെ എന്തെങ്കിലും രീതിയിലോട്ട് കരുതും. മനസ്സ് തന്നെയാണ്, ഒരു പ്യുവർ ഹാർട്ടാണ്. ഏഞ്ചലിൻ്റെ മനസ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഏഞ്ചൽ മനസ്സാണ് കാണാൻ പറ്റുന്നത്. രണ്ടുപേരും സ്റ്റാർ സീഡ്, അല്ലെങ്കിൽ രണ്ടുപേരും സോൾമേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്യുവർ ആയിട്ടുള്ള ലവ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും എത്ര സിറ്റുവേഷൻ കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൈവിട്ട് പോകാൻ ചാൻസും ഇല്ല, അങ്ങനെ പോകത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഏഞ്ചൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു ഏഞ്ചൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരാണ് ഈ സോൾമേറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നതിനൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അത് എടുക്കുകയൊന്നും വേണ്ട, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് സിറ്റുവേഷനായാലും അതൊക്കെ മാറും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളുടെ സോൾമേറ്റാണ് ഈ സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാനാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ.